ഹലോ ഗായ്സ്. ഇപ്പോൾ ഇന്ന് രാവിലെ വെള്ളം പയ്യെ ഇറങ്ങി തുടങ്ങി ഗൈസ്. വെള്ളം ഇറങ്ങിയതിൻ്റെ ആണ് ഇപ്പം കാണുന്നത്. ഒരുവിധം നന്നായിട്ട് തന്നെ ഇറങ്ങി. ചെറിയ രീതി കുറച്ചുകൂടി ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കിച്ചൺ ഏരിയയൊക്കെ ആണെങ്കിൽ മൊത്തം ചെളിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മൊത്തം ഉന്തും ചെളിയൊക്കെ ആയിട്ട് വളരെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. വെളിയിലൊക്കെ വെള്ളമുണ്ട്, അകത്തുനിന്നാണ് ചെറുതായിട്ട് ഇറക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇപ്പോഴേ ക്ലീനിങ് തുടങ്ങിയെങ്കിലേ ഉള്ളൂ അത് വൈകിട്ടത്തോടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം രാവിലെ തന്നെ ഇന്നത്തെ ടാസ്ക് അതാണ്. നല്ല രീതിയിൽ ക്ലീനിങ്ങും പരിപാടിയാണ് ഇന്ന് ഫുള്ള് ചെയ്യാൻ പോകുന്നത്. ഹോളിനകത്തൊക്കെ ആണെങ്കിലും വെള്ളമുണ്ട്, ചെറിയ രീതി വെള്ളമുണ്ട്. അത് കുറേ വെള്ളമൊക്കെ നമ്മൾ കോരി തന്നെ കളയണം, എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് ഫുള്ള് ക്ലീൻ ആവുള്ളൂ. മുറിക്കാത്തതൊക്കെ വെള്ളം നമ്മൾ ഇറങ്ങി പോകാൻ വേറെ വഴിയൊന്നുമില്ല. അത് അവിടെ തന്നെ നിന്ന് താന്ന് പോകാതെ നമ്മൾ ബക്കറ്റിൽ കോരി എല്ലാം ക്ലീൻ ചെയ്യണം. അത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം രാവിലെ തന്നെ അമ്മയും പപ്പായും ഞാനും വൈഫും എല്ലാവരും ഇതിനു വേണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഫുള്ള് ക്ലീനിങ് മാത്രമാണ്. ഇത് എപ്പം തീരുമെന്നറിയില്ല. എന്താണെങ്കിലും ഇന്നത്തേക്കിന് എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നാളത്തേക്കിനേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് എല്ലാം അടുക്കിയെല്ലാം ഒതുക്കിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇന്ന് മൊത്തം നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ കേരളം മൊത്തം ഇന്നത്തെ ദിവസം നല്ല മഴയാണ്. ഈ രാവിലെ തന്നെ ഇവിടെ പോർച്ചിലും കാർ പോർച്ചിലും എല്ലാം ഫുള്ള് വെള്ളം തന്നെയുണ്ട്. അകത്തുനിന്ന് ചെറുതായിട്ട് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. വൈകിട്ടത്തേക്കിന് അത്യാവശ്യം വെള്ളം ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. രേഷ്മയാണെങ്കിൽ രാവിലെ തന്നെ ബക്കറ്റൊക്കെ ആയിട്ട് വന്ന് വെള്ളം കോരിക്കളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളും എല്ലാവരും ഇതുപോലെ ഫുള്ള് പണിയാണ്. നമുക്ക് മാത്രമല്ല, ഇതുപോലെ വീടിനകത്ത് വെള്ളം കയറിയിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ നല്ല കഷ്ടപ്പാടാണ്. വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എല്ലാം മൊത്തം ഉന്തും അതുപോലെ തന്നെ നല്ല തെന്നി കിടക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ ക്ലീനിങ് ഒക്കെ ചെയ്ത് ലോഷനൊക്കെ വെച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ കിടക്കുള്ളൂ. ഇതിപ്പം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. വൈകിട്ടത്തെ ഒരു പിക്ചറാണ് നിങ്ങളിപ്പം കാണുന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അത്യാവശ്യം എല്ലാ മുറികളും ഹോളും എല്ലാം അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ കട്ടയ്ക്ക് പൊക്കി വെച്ചിരുന്ന എല്ലാം താഴെ ഇറക്കി. ഇനി പക്ഷേ എല്ലാം ഒന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇനിയിപ്പം നാളത്തേക്കിന് അറേഞ്ച് ചെയ്യണം. വെളിയിൽ നിന്നാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ തണുപ്പും നനവും ഒക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു 1-2 ദിവസം എടുക്കും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറാൻ. ഇപ്പം വെളിയിൽ നിന്ന് കാർ പോർച്ചിൽ നിന്നൊക്കെ വൈകിട്ടത്തോടെ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് കുറച്ച് വെള്ളമുണ്ട്, എന്നാലും അത്യാവശ്യം നാളെ രാവിലത്തോടെ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പം മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാനാണ് വലിയ പാട്. വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ചൂലും വെച്ച് അടിച്ചടിച്ച് കളഞ്ഞെങ്കിലേ ഉള്ളൂ ആ ഒരു ചെളിയും മുന്തുമെല്ലാം ആ കൊടുത്തി പോവുള്ളൂ. ഹാച്ചിയുടെ കൂടെല്ലാം നേരത്തെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം ഇട്ടിരിക്കുന്നുണ്ട്. ഹാച്ചിനെ തിരിച്ച് കൂട്ടിലോട്ട് കയറ്റിയിട്ടുണ്ട്. അവൾക്ക് വെള്ളത്തിലോട്ട് ഇനി ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അവളതുകൊണ്ട് ഇങ്ങനെ വാലാട്ടി ഇങ്ങനെ നിൽക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ. ടാറ്റാ.